അപ്പം ഞാൻ റെഡിയാവുകയാണ്. ഓട്ടാകുന്നില്ല, ചെറിയൊരു ഷോപ്പിംഗ്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ കറങ്ങാനായിട്ടില്ല. ബാംഗ്ലൂരിൽ ഞാൻ ഇന്നലെ സ്റ്റുഡിയോന്ന് മേടിച്ച ആ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഫുള്ള് കാണിക്കാം. ഡ്രസ്സ് വന്നിരിക്കുന്നത് നമ്മൾ സ്റ്റുഡിയോന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. ഹെയർ ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി എന്ന് തോന്നുന്നു. കാരണം നല്ല രസമുണ്ട്. ഇപ്പം തന്നെ ഹെയർ ഒക്കെ ആണെങ്കിലും ഇതേ ഒരു മൊബൈൽ ചാർജിലിട്ടിരിക്കുവാണ്. 78%. കുറച്ച് വരുമ്പോൾ ഇറങ്ങും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ഇറങ്ങിക്കരണ്ട് വീഡിയോ എടുക്കും ബാക്കി. കൊള്ളാം, നല്ല രസമുണ്ട്. ഫ്രീ ഫയർ കളിക്കുന്ന നിക്സൺ അല്ലേ? ഇത് സംഭവം ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എന്നെടുത്തതാണ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 25/5/2025 എടുത്തതാണ്. കാരണം ഇത് കുറേ എൻ്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നു. ഇപ്പം എഡിറ്റ് ചെയ്യാനായിട്ടുള്ള മടി കാരണം ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എഡിറ്റ് ചെയ്തങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന്. വണ്ടി വരുന്നില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിക്സനെ ഞാൻ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്, ഇറിറ്റേറ്റ് ചെയ്ത്. നിക്സ എൻ്റെ കൈ ഇവിടെ വീഡിയോ എടുക്കുക അല്ലേ? അത് അല്ല, എൻ്റെ അടുത്ത് ചോദിച്ചു എവിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാംഗ്ലൂരില്ല. എന്തിനാന്ന് ചോദിച്ചു. MBBS പരീക്ഷ പറ്റിച്ച കഥയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച ഡോക്ടറായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടറായെന്ന്. എവിടോട്ടാ? ഞാൻ ഡോക്ടറായി. അല്ല, എൻ്റെ അങ്കിൾ വിളിച്ചപ്പോഴത്തേക്കും ചോദിച്ചു നീ എന്നെ എടുക്കുവാന്ന്. ഞാൻ പറഞ്ഞു ഞാൻ MBBS പഠിക്കാൻ പോയിട്ട് ഡോക്ടറായിട്ട് അത് എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ പേര് ചോദിച്ചത്. എനിക്ക് ഇവിടുത്തെ ബാംഗ്ലൂർ അങ്ങോട്ട് വാ, ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ നെയിം അറിയത്തില്ലല്ലോ. ജാക്ക് ആൻഡ് ജോൺസ് ഉള്ളല്ലോ, നല്ല രസമുണ്ട്. ഓക്കെ, മിക്സർ നല്ല ബബിൾക്കത്തിൻ്റെ മണം കേട്ടോ. ഇതെന്തോ സംഭവം? ജ്യൂസ് ഐറ്റംസ് ഒക്കെ ലുലുമാൾ പോലെ തന്നെ സ്നാക്സ് വെൽക്കം ഡ്രിങ്ക് ആണോ? അമേരിക്ക ആദ്യം ഒരു ഹാൻഡ് ബാഗ് വാങ്ങാം. നല്ല കുഞ്ഞ് സാധനം, ഒരു മൊബൈലും ഇടാൻ വേണ്ടി. ബാഗ് നോക്കാനായിട്ടാണ് കേട്ടോ അവിടെ കയറിയത്. പക്ഷേ അവിടുത്തെ ബാഗിനെല്ലാം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കണ്ണാടി കണ്ട ഞാൻ വിടത്തില്ലല്ലോ, അതേൽ കുറേ നേരം നോക്കി അവിടെ നിന്ന്. വെരി ഗുഡ്. ഇതാകുമ്പോൾ പൗച്ച് കാണാതെ എന്ത് സംഭവം ഉണ്ട്. വെരി ഗുഡ്. ഞാൻ 300 രൂപയ്ക്ക് കണ്ടത് ഇത്തിരി മീഷോയിൽ. ഇതുണ്ടോ നല്ല ഷൂ ഉണ്ട്. ഗേൾസ് ഷൂ ടൈപ്പാ. ഗേൾ ഷൂ. ഇറ്റ്സ് ഗേൾ. Nixon, look this scenery. Wow. Hey. പകരം ഞാനും. ഹായ്. ഇവിടെ പിന്നെ എന്നത്രയുടെ നീതേ കയറിയത്. അവനങ്ങ് പോയി. ജീൻസോ? അത് കുറേ നാൾക്ക് ശേഷം ഇടുന്നതുകൊണ്ട് ഇണങ്ങുന്നത് എനിക്ക്. നമ്മൾ ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ട് ഇതല്ലേ നമ്മൾ കയറി വന്ന വരി അല്ലേ? ഇപ്പം അപ്പുറത്ത് പോവാം. ലുലുവാളോട്ട് പോവാം.
ഞങ്ങൾ ലുലു മാളിലോട്ട് നല്ല പോവാണ്. നല്ല ഷെയ്ഡ് ഇപ്പം ലിപ്സ്റ്റിക്കിൻ്റെ അല്ലേ റെഡിഷ് കളർ. ഞാൻ മറ്റേത് കയറിയിട്ട് ഇപ്പം ഇറങ്ങുന്നു. ഫോട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അച്ചാച്ചൻ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പുറത്തെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇല്ല അവനെ മറ്റേ ഇത് വേണം ബോട്ടില് അല്ല നിക്സ. നിന്നെ വിളിച്ചപ്പോ ആ സെക്യൂരിറ്റി ഞങ്ങൾ വിളി കേട്ട് ചെക്കിങ് ഇത് കയറുമ്പോൾ മാത്രം കയറിയാൽ മതിയോ അല്ലേ? അല്ല ഞാൻ ഡൗട്ട് കൊണ്ട് ഞാനാണെങ്കിൽ ഓരോ പൊട്ട ചോദ്യമോ അതിൻ്റെ അടുത്ത് ചോദിച്ചു ചെല്ലും. അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇരുട്ടാ ഏതല്ലു. ആ ബാ ഇവിടെ എന്തോ സംഭവം? ഇവിടെ കുഞ്ഞു വഴിയുണ്ട്. ഞാനത് ഇറങ്ങി, നിങ്ങൾ എൻ്റെ പിറകെ ഇറങ്ങി. EVR ആയി ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഫുൾ വെള്ളപ്പൊക്കമാണ്. മഴ പെയ്താൽ പിന്നെ വെള്ളപ്പൊക്കം വരത്തില്ല. ഇതെന്ത് ഗ്രൗണ്ട് ഫ്ലോർ അല്ല പാർക്കിംഗ് ഏരിയ. നമ്മൾ ഇതിലും വരെ കൂടെ ആണോ ഇറങ്ങാൻ പോകുന്നത്? അല്ല ആണോ? അടിപൊളി. This place was very expensive. It's not expensive. Costly. It's very trashy. Okay, man. കൊള്ളാം, നല്ല ലൈറ്റിങ് സെലക്ഷൻ. നിക്സൺ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞാനാണെങ്കിൽ അവിടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. വഴി അറിയത്തില്ല, ഞാൻ മുന്നേ നടന്നു പോകുന്നു. ഇതുണ്ടോ പിന്നെ പിന്നെ ലൈറ്റ് എവിടെന്നാ ഇത്? സംഭവം എൻ്റെ സ്റ്റോറേജ് തീർന്നിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള വീഡിയോസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല. അത് എന്തോ നല്ല രസമുണ്ട്. ലൈറ്റിംഗ് സെറ്റിംഗ്. നമ്മളവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ല. കൊച്ചുമോളോ നീ? അന്നേരമാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത്. നിക്സൺ എൻ്റെ അച്ചാച്ചൻ്റെ അനിയനായിരുന്നു. 2012 മോൻ. നമ്മള് വഴിതെറ്റി പോകുന്ന എവിടേക്ക് അല്ലേ? നമ്മള് മെട്രോ കയറിയിട്ടുള്ളതല്ലേ 3 വട്ടം. ഇതിൻ്റെ ബാക്കിയുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല കേട്ടോ. ഇത്രേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി എൻ്റെ സംഭവം ചെയ്തതിന് ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു.